By night, on my bed, I saw him whom my soul loveth. I sought him, but I found him not to I will rise now and go ശരിക്കും back ഇതിനെക്കുറിച്ച് to പറഞ്ഞിട്ട് sitting in കാര്യമൊന്നുമില്ല. the street. എന്നാ പറയാൻ പറഞ്ഞല്ലേ പറ്റൂ. പക്ഷെ എല്ലാരും ചിന്തിച്ചും സ്വയം അറിഞ്ഞും ചെയ്യേണ്ട കാര്യങ്ങളാണ്. സത്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമാണ്. I sought him, പിന്നെ ഈ പറഞ്ഞ പോലെ but I എത്ര found പരസ്യം ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ അവനൊന്നും തീരുമാനിക്കുന്നതാണല്ലോ. പത്രപരസ്യം കണ്ടുകൊണ്ട് എല്ലാവരും അതിനെ പുറകെ പോകണമെന്നൊന്നുമില്ലല്ലോ. എന്നാലും അതൊക്കെ പ്രിയാവും. ഒരു മിനിറ്റ്, എന്നാ ഫോൺ ആൻഡ് മാസ്റ്റർബേഷൻ ഈ അവസരത്തിൽ ഇതിനെപ്പറ്റി അതെ, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇതിനെ പറ്റി നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തതല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് ആക്കിയാലോ? എന്താ പറയുന്നത് നിങ്ങൾ? ഒന്ന് രണ്ടു വട്ടം മെൻഷൻ ചെയ്തു പോയ ടോപ്പിക്കാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെ പറ്റി സംസാരിക്കുന്നത് വിഷയം തന്നെ. നീ കുറച്ച് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ വേർഡൊക്കെ നമുക്ക് ഇത്രയും ഫിമിലർ ആയിട്ട് തോന്നുന്നൊക്കെ നോർമലൈസ് ആയത് എപ്പോ തൊട്ടിട്ടായിരിക്കും? എനിക്ക് തോന്നുന്നു ഈ കൊറോണ ടൈം കഴിഞ്ഞതിന് ശേഷം അല്ലേ? നമ്മള് കോവിഡില് ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ആരും കാണാതെയും ഇതൊക്കെ ആക്കിയ സാധനം ഇപ്പൊ കുറച്ചുകൂടി ഒരു ഇതൊക്കെ സത്യം പറഞ്ഞ ഇപ്പൊ എന്തോ ഒരു ക്രെഡിറ്റ് ആയിട്ടാ പറയുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ തന്നെ ഇതിപ്പം വളരെ ഓപ്പൺ ആയിട്ട് എല്ലാരും ഇരുന്ന് ഭയങ്കര നോർമൽ ആയിട്ടാണ് ഇപ്പൊ ഒരു സർക്കിളിൽ പോയിട്ട് ഓക്കെ ഞാൻ മാസ്റ്റർബേഷൻ ചെയ്തു എന്ന് പറയുന്നത് എന്തോ ക്രെഡിറ്റ് ആയിട്ടാ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? അത് ശരിക്കും നമുക്കൊരു ഒരു ഹെൽത്തി ഡിസ്കഷൻ വെച്ചാലോ? അതെ, നല്ലൊരു തീരുമാനം. ശരിയാണ്. കൊറേ കൗണ്ടർ പോയിന്റ്സ് ഒക്കെ കിട്ടും, കൊറേ സംശയങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പക്ഷെ ഇതില് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. പക്ഷെ ഇതുകൊണ്ട് ഇതിന് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. സ്ട്രെസ് റിലീഫ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. കാരണം സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്ത് എവിടെയും കറങ്ങാൻ പോവാം, അല്ലെങ്കിൽ വീട്ടുകാരോടോ ആരോടൊക്കെ സംസാരിച്ചിരിക്കാം. സിമ്പിൾ അല്ലേ? പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിന് പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. എന്നാലും പോസിറ്റീവ് വശങ്ങൾ എല്ലാരും കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഇതിനെക്കാട്ടും വലിയ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. എന്റെ കർത്താവേ, ഹലോ ഗൈസ്, ഈശ്വരിക്കട്ടെ. നിങ്ങൾ ഇത്രമാത്രം കട്ട ഡിസ്കഷൻ എന്താ പോലും ഞാൻ വന്നു നിങ്ങൾ അറിഞ്ഞു പോലും ഇല്ലേ? സിസ്റ്ററിനോട് തന്നെ ചോദിച്ചു നമുക്ക് ഇതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണയിലേക്ക് എത്താം. ഇന്നത്തെ ടോപ്പിക് എന്നാന്നറിയാവോ? പറയടാ അങ്ങോട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്ത് വെച്ച ടോപ്പിക് ആയിരുന്നു പോൺ ആൻഡ് മാസ്റ്റർബേഷൻ. അടിപൊളി, നല്ല മസാല ദോശയും ചായയും. ഞങ്ങൾ ഇവിടെ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും അതിന്റെ ലിമിറ്റേഷൻസും എല്ലാം ഇങ്ങനെ പറഞ്ഞു നടക്കുമായിരുന്നു. സിസ്റ്ററിന് ഈ സമയത്ത് എന്താ പറയാനുള്ളത്? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, പണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ കാലത്ത് ഇതൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് തപ്പിയും പറക്കിയും ഒക്കെ നോക്കിയും പിടിച്ചൊക്കെ കാണണമല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ എന്തോ സെർച്ച് ചെയ്യാൻ വേണ്ടി എന്റെ ദൈവമേ റീൽസിന്റെ ടാബ് ഒന്ന് എടുത്തതാ. സെർച്ച് ബട്ടൺ അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് പോലും കിട്ടിയില്ല. അപ്പത്തേനും എല്ലാ നഗ്ന സത്യങ്ങളും കണ്ട് ഞാൻ തളർന്നു. അപ്പം എനിക്ക് തോന്നുന്നത് പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പൊ ഇങ്ങനെ എല്ലാതും വളരെ ഇങ്ങനെ വിരൽ തുമ്പിലാണ്. നമ്മൾക്ക് വേണ്ടാന്ന് ഉദ്ദേശിച്ചാൽ പോലും എല്ലാത്തിലും ഈ കണ്ടന്റുകളൊക്കെ കയറി വരുന്ന അവൈലബിലിറ്റി. അത് ശരിയാ. ഇപ്പം പല ആപ്പുകളിലാണെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റഡ് അല്ലാത്ത സാധനങ്ങളായിരിക്കും ആദ്യം ഫീഡിലേക്ക് വരിക. അത് നമ്മൾ ഇൻട്രസ്റ്റഡ് ആക്കുന്ന രീതിയിലേക്ക് അത് മാറിയിരിക്കും. നമ്മള് ഒരിടത്ത് ഇൻട്രസ്റ്റ് അല്ലെന്ന് അടുത്ത പേജിൽ നിന്ന് വരും, പിന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ അങ്ങനെ നോക്കാൻ പോയാൽ പിന്നെ എന്താ പറയാ റിപ്പോർട്ട് ചെയ്യാനേ നേരം ഉണ്ടാവത്തുള്ളൂ. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയ സാധനം മാറ്റി വെച്ചിട്ട് ഇൻട്രസ്റ്റഡ് അല്ലാത്ത ഒരു സാധനം പുതിയതായിട്ട് വീണ്ടും ഇൻട്രസ്റ്റഡ് ആക്കാൻ നോക്കുന്നത്. ഇതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിട്ടല്ലേ ഈ ഫീഡ്. ശരിക്കും അതെ, കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ഫ്രണ്ടിനെ കാണാനിടയായ. അപ്പം പുള്ളി ഇങ്ങനെ ഈ ഒരു യൂട്യൂബിലൊക്കെ ഫീഡിന്റെ ഒരു ഏരിയയിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പൊ ആളിങ്ങനെ പറയുമായിരുന്നു, നമുക്ക് ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ ആ ഇന്റൻഷൻ വെച്ച് തന്നെ ടാർഗറ്റ് ചെയ്ത് ഒരു വ്യക്തിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അത് സാധനം ആ ഫീഡ് കൊടുത്ത് ആളെ അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആക്കാൻ പാകത്തിനുള്ള രീതിയിൽ അൽഗോറിതംസ് അവർ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. അത്രമാത്രം ഒരു സൈഡില് സയൻസും, അല്ലെങ്കിൽ സയൻസ് പോട്ടെ, അതെ ടെക്നോളജിയും ഒരു സൈഡില് അത് കാരണം അഡിക്റ്റഡ് ആയി പോകുന്ന ഒത്തിരി പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ശരിക്കും സിസ്റ്റർ പറഞ്ഞാലും വലിയ കാര്യമുണ്ട്. നമ്മൾ ഒരു വട്ടമൊക്കെ ആണെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്ത് വെക്കും. 2 വട്ടം നമ്മൾ വീണ്ടും ഒരു 3-4 വട്ടം അവോയ്ഡ് ചെയ്ത് കഴിയുമ്പം സ്വാഭാവികമായിട്ട് ഒരാളെ കൊണ്ട് ചിന്തിച്ചു പോകും, എന്തായിരിക്കും ഇതെന്ന് ചിന്തിച്ചു പോകും. അവിടെയാണ് ഈ നിരന്തരമായി വരുന്ന ആടുകളുടെ വിജയം. ഇല്ല, ഇപ്പൊ അത് കുറച്ചുകൂടെ റിലേറ്റബിൾ ആവുന്നുണ്ട്.
അത് മാത്രോ ഇതിപ്പോ പിള്ളേര് കാണുന്നൊക്കെ അല്ലേ, എല്ലാവരുടെ കയ്യിലും റിസോഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇപ്പൊ പെട്ടെന്ന് ചിലപ്പം ജസ്റ്റ് ഇപ്പം സ്റ്റാർട്ടിങ് എന്തെങ്കിലും ഇതുപോലത്തെ ഒരു സംഭവം വന്നാൽ ഇപ്പൊ ഇത് അന്വേഷിച്ചു പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ തൊട്ടാ പോകുന്ന ലിങ്കുകളുണ്ടല്ലോ. നമ്മളെക്കാളും പിള്ളേർക്ക് ഇപ്പൊ അറിവുണ്ട്. അപ്പൊ അവർക്ക് ഇതെങ്ങനെയാ കിട്ടുന്നത്? നമ്മൾ വളർന്ന രീതിയിൽ നിന്ന് ആകെ അവർ എന്തായാലും ഡിഫറെന്റ് ആയി വന്നത് അവർക്ക് ഫോൺ കിട്ടിയത്, സോഷ്യൽ മീഡിയയുടെ കുറച്ചുകൂടെയുള്ള അവൈലബിലിറ്റി. കൊറോണ പക്ഷേ ടൈമിലുള്ള അതിന്റെ ഫ്രീ ടൈം. സൈഡ് എഫക്ട്സും ആഫ്റ്റർ എഫക്ട്സും നമ്മളിപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. ന്യൂസ് ഒന്നും തുറക്കാൻ പോലും കഴിയുന്നില്ല. എന്ന് വെച്ചാല് ഇവർക്ക് ഇതെല്ലാം അവൈലബിലിറ്റി കൂടുന്നുണ്ട് താനും, പക്ഷെ ഇവരെ ആരും സ്കഫോൾഡ് ചെയ്യാനോ അവരെ ഇത് കെയർ ചെയ്യാനോ നിൽക്കുന്നില്ല. ശരിക്കും നമുക്ക് ശരിക്കും ഇതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ അല്ലെങ്കിൽ ഒരു ക്ലാസ് ശരിക്കും കിട്ടാത്തതിന്റെ കുറവുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് ആദ്യം ഫോണിൽ നിന്ന് തുടങ്ങാം അല്ലേ? അവിടെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ കേട്ടിരിപ്പുണ്ട്. സുഖാണോ എല്ലാവർക്കും? സുഖം. പിന്നല്ല കേട്ടോ, ഈ ഫോണിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ആക്ച്വലി എല്ലാരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചിലര് ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നു, ചിലര് അത് പബ്ലിക് ആയിട്ട് ഇതൊക്കെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള കാര്യമായിട്ട് കാണുന്നു, ചിലര് എവിടേക്കും അങ്ങനെ അതിനെ ഒത്തിരി ചെറിഷ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ അത് റിയലൈസ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരാൻ സ്ട്രഗിൾ ചെയ്യുന്നു. അങ്ങനെ കുറെ ആൾക്കാര് ഈ അടുത്ത് കോളേജുകളിലൊക്കെ ആണെങ്കിലും പോകുമ്പം ഒരു ഇങ്ങനെ ഇതിന്റെ ഒത്തിരി ആഫ്റ്റർ എഫക്ട്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന കോളേജുകളിലൊക്കെ പോകുമ്പം ഇതിങ്ങനെ പറയാൻ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ പൊതുവെ. പിന്നെ എല്ലാവരുടെ ഒരു വിചാരം ഇത് കൂടുതലും ബോയ്സ് ആണ് ഇങ്ങനെയെങ്കിൽ ഇപ്പൊ രണ്ട് ജെൻഡറും ഒരുപോലെ ഇതിനോട് വളരെയധികം എക്സ്പോസ്ഡ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ കൊറോണ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് റെസ്ട്രിക്ഷൻസ് ഇല്ല, അതുവരെ ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ട, കോളേജിലേക്ക് കൊണ്ടുപോകണ്ട എന്നുള്ളിടത്തുനിന്ന് അത് നേരെ തിരിഞ്ഞു, എല്ലാവരുടെ കയ്യിൽ ഫോൺ വന്നു. അപ്പൊ തന്നെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് പോയി. അതൊന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട്, നമ്മുടെ ഈ കൊറോണ സമയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പറയുന്ന കേട്ടോ, നമ്മുടെ ഒരു ലോൺലിനെസ്, ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ ചുമ്മാ ഇങ്ങനെ തോണ്ടി അപ്പൊ ഈ പറഞ്ഞ പോലെ ക്യൂരിയോസിറ്റി വില്ലൻ കഥാപാത്രം വരും, ഇതെന്താ സംഭവം, ഓക്കെ. പിന്നെ ഇതിന്റെ രീതികളൊക്കെ കണ്ടപ്പം പിന്നെ അവരിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ, ഇത് കഴിയുമ്പോൾ അടുത്തത് കഴിയുമ്പോൾ അടുത്തത്. അപ്പം ഞാൻ ഈ കോളേജുകളിൽ പറയാൻ വന്ന ഒരു കാര്യം, ഇതിങ്ങനെ കണ്ട് ഒരു എന്താ പറയുന്നത്, പഠിക്കാനോ കോൺസെൻട്രേഷനോ ഒത്തിരി എഫക്ട് ചെയ്യുന്ന ഒരു രീതിയിലോട്ട്, അത് പഠനത്തിന്റെ കാര്യത്തിൽ. അടുത്ത കേസാണെങ്കിൽ ഈ ഫോണിൽ തുടങ്ങി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? മസാല ദോശയുടെ കൂടെ ചായ വന്ന പോലെ വരുന്ന അടുത്ത സാധനമാണ് മാസ്റ്റർബേഷൻ അല്ലേ? അതിനെ കുറിച്ചൊക്കെ എന്നാ പറയാനുള്ളത്? അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കോളേജുകളിലോ അല്ലെങ്കിൽ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പം എങ്ങനെയാ അതിന്റെ ഒരു എന്താ പറയുന്നത്? ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും ഓക്കെ ഞങ്ങൾ അഡിക്ട്സ് അല്ല എന്നൊക്കെ പറയുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു അഡിക്ഷനിലേക്ക് പോകും എന്നത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ബോഡിയുടെ മെക്കാനിസം ബയോളജിക്കലി എടുക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് മെയ്ഡ് ദിസ് വേ, ഓക്കെ, ഇറ്റ് ഇസ് റിട്ടൺ ബൈ ലൈല മില്ലർ വിത്ത് ട്രെന്റ് ഹോൺ. ഇതിലിങ്ങനെ പറയുവാണ്, പോൺ എന്ന് പറയുമ്പം ഇപ്പൊ കുറെ പേര് അതിനെ സയന്റിഫിക്കലി നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, സ്ട്രെസ് റിലീഫിന് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പൊ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് വേറൊരാളെ കുറിച്ച് മനസ്സിലോ അല്ലെങ്കിൽ പോൺ കണ്ടിട്ടോ ആണോ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു കിടപ്പ്? എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ എന്തായാലും വേണ്ടേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒരു സെക്കൻഡ് പേഴ്സൺ ഇതിനകത്ത് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഒരാളുടെ അതായത് നമുക്കൊരു സ്റ്റിമുലൈ കിട്ടണമെങ്കിൽ ഈ ഒരു സാധനം വേണ്ട. അപ്പം ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞു വെക്കുവാണ്, അതായത് അത് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയുവാണ് നമ്മൾ ആരെയും ഒന്നും ചെയ്യുന്നില്ല, നമ്മളൊരു പെൺകുട്ടീനെ അല്ലെ നമ്മൾ വ്യഭിചാരം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ പ്ലഷർ നമ്മൾ എടുക്കുന്നത് സ്വയം ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് അതിനകത്ത് ഇൻവോൾവ് ആവുന്നത്. പക്ഷെ നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഈ പറയുന്ന ഈ ഒരു സ്റ്റിമുലസ് കിട്ടുന്നത് നമുക്ക് ഈ ഒരു വേറൊരു വ്യക്തിനെ ചിന്തിച്ച് അപ്പം അതിനാൽ തന്നെ അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ജെനിറ്റൽസ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പാർട്സ് അല്ലെങ്കിൽ ഒരു പ്രോക്രിയേഷന്റെ സാധനം ഇറ്റ്സ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് അനദർ പേഴ്സൺ. അതൊരു യൂണിറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ദൈവം വെച്ചിട്ടുള്ളത് അല്ലെ? അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരാളെ ചിന്തിക്കേണ്ട, നമ്മളെ തന്നെ അങ്ങ് ധ്യാനിച്ച് അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. എപ്പോഴും അതില് വേറൊരു അപ്പം ഇതിലിങ്ങനെ ഈ ഒരു പുസ്തകത്തിനകത്ത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വായിച്ചു പോരുന്നു, സഭയുടെ പഠനങ്ങളോട് ചേർത്ത് ഒന്ന് വായിക്കുമായിരുന്നു. അപ്പം നമ്മുടെ ശരീരത്തിൽ ഓരോ ഓർഗൻസിനും ഓരോ പർപ്പസ് ഉണ്ട് അല്ലേ? ഇപ്പൊ കണ്ണിന്റെ പർപ്പസ് എന്താണ്? ചെവി എന്താണ്? ഇപ്പം പിന്നെന്താണ്? നമ്മുടെ ലങ്സ് ഒക്കെ എന്തിനുള്ളതാണ്? ശ്വാസം കൊണ്ടായി. അപ്പൊ നമ്മുടെ ഹൃദയം, നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജെനിറ്റൽസിന്റെ പർപ്പസ് എന്താണ്? റീപ്രൊഡക്ഷൻ. ഉറപ്പാണ്. അപ്പൊ നമ്മൾ അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഫങ്ഷനാലിറ്റി ഉണ്ട്. നമ്മള് അതിന് പകരമായിട്ട് അത് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും?
അതതിന്റെ പർപ്പസ് മീറ്റ് ചെയ്യുവോ? ഇപ്പൊ നമുക്കൊരു കസാരയിൽ ഇരിക്കാം, പക്ഷെ അതിന് പകരം കസാരയിൽ തല തിരിച്ചു വെച്ചിട്ട് അതിന്റെ മേലെ കുറച്ച് പുസ്തകവും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചാൽ ഇസ് ഇറ്റ് മീറ്റിംഗ് ഇറ്റ്സ് പർപ്പസ്? അത് എന്തിനാണോ ക്രിയേറ്റ് ചെയ്യപ്പെട്ട അതിന്റെ പർപ്പസ് അത് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഒരു ഡിസോർഡറോ അല്ലെങ്കിൽ ഒരു ഡിസോറിയന്റേഷൻ അവിടെ ഉണ്ട് ഇല്ലേ? നമ്മുടെ കാര്യത്തിൽ വരുമ്പോഴും നമ്മുടെ ജെനിറ്റൽ ഓർഗൻസിന്റെ കാര്യമൊക്കെ വരുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്. നമ്മളൊരു ക്രിസ്തീയമായിട്ടുള്ള കാഴ്ചപ്പാട്ടിൽ നോക്കുമ്പം അത് ഈശോ നമുക്ക് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് ഒന്നാവാനും ആ സ്നേഹത്തിലും പിന്നെ ഈ ഒന്നാവുന്ന കാര്യത്തിൽ അവിടെ ദൈവം ആ സ്നേഹത്തിന്റെ കൂടെ അവിടെ ഒരു പ്ലഷറിന്റെ ഒരു പോയിന്റും കൂടെ വെച്ചിട്ടുണ്ട്. അതാണ് അത് കുറച്ചുകൂടെ അവിടെ ഒരു ബോണ്ടിങ്ങും അതിലൂടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ജെനിറ്റൽസിന് പ്രോക്രിയേഷനും ഉണ്ട്, പ്ലഷറും ഉണ്ട്. ഇതിൽ ഏതായിരിക്കും നമ്മൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത്? പ്ലഷർ എന്നുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ സൂമിൻ ചെയ്ത് അത് മാത്രമായിട്ട് അങ്ങോട്ട് എടുക്കുന്നത്. അപ്പൊ ഒരു എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഒരു ഡിസ്റ്റോർഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ പോലും വേറൊരാളെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മെൻ ഫോർ അതൊരു സെൽഫ് ഗിവിങ് ആയിട്ടുള്ള ഒരു സാധനത്തിന് പകരം നമ്മൾ ചെയ്യുന്നത് ഭയങ്കര സെൽഫ് സെന്റേർഡ് ആയിട്ട് എന്റെ സന്തോഷം എനിക്ക് അതൊരു ഭയങ്കര ഒരു സെൽഫിഷ് ആയിട്ടാണ് ശരിക്കും ഒരു കാര്യമാണ്. അതാണ് ശരിക്കും സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, മാസ്റ്റർബേഷനെ കുറിച്ച്. പിന്നെ എനിക്ക് വായിച്ചപ്പോൾ ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത്, ഇപ്പൊ പോൺ നമ്മൾ പറഞ്ഞു, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്റിമസിയുടെ ഒരു കാര്യം നമ്മൾ പബ്ലിക് പെർഫോമൻസ് ആയിട്ട് വെക്കുവോ? കുടുംബജീവിതത്തിൽ അവരുടെ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ടൈമിൽ നടക്കേണ്ട കാര്യങ്ങളെ അങ്ങനെ ഇൻഡസ്ട്രിവൽക്കരിച്ച് അത്രയും പബ്ലിക്കായിട്ട് കാണിക്കുക എന്നുള്ളത് അതിന്റെ സേക്രസി നശിപ്പിക്കുന്നു, അതിന്റെ ആ പരിശുദ്ധി വിശുദ്ധിയൊക്കെ നശിപ്പിക്കുന്നു. അത്രയും പ്യൂർ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതിന് ഭയങ്കര വില കുറച്ച് സത്യം. അതിനൊരു നേരത്തെ മെൻഷൻ ചെയ്തു സന്താന സൗഭാഗ്യത്തിന് മാത്രം. അതെ അതെ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ദൈവം നമുക്ക് തന്ന അനുഗ്രഹത്തെ നമ്മൾ മിസ്യൂസ് ചെയ്യാണ്. പിന്നെ ഇപ്പം ഈ ഒരു എന്താ പറയുക, ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ എടുക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരത് പെർഫോം ചെയ്യുന്നതും അതിൽ കുറെ കാര്യങ്ങൾ ഒത്തിരി എക്സാജറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഒട്ടും റിയലിസ്റ്റിക് അല്ല ശരിക്കും ഈ കാണിക്കുന്നത്. കുറെ പേര് പറയുന്ന ഒരു കാര്യം അത് അവരിതൊക്കെ കണ്ടിട്ട് പിന്നെ ഈ അടുത്തിടെ ഒരു സ്റ്റഡി വന്നില്ല, അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ലായിരുന്നോ? ഈ പോൺ കണ്ടിട്ട് ബാഡ് എക്സ്പെക്ടേഷൻസ് ആയിട്ട് ദെൻ മാരീഡ് ലൈഫിലോട്ട് പോകുമ്പോൾ എല്ലാം ഡിസോർഡർ ആയി പോകുന്നത്. ഓവർ എക്സ്പെക്ടേഷൻസ്, പാർട്ട്ണർ അത് മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം അയാൾക്ക് അതിന് മുമ്പ് കിട്ടിയിട്ടുള്ള പ്രീവിയസ് നോളജ് എന്ന് പറഞ്ഞാൽ പോൺ വീഡിയോ കണ്ടിട്ടുള്ള നോളജാണ്. അത് കണ്ടിട്ട് തന്റെ പാർട്ട്ണറിന്റെ അടുത്തോട്ട് പോകുമ്പോൾ ഫുള്ള് ഫോൺ കണ്ടിട്ടാണ് വാട്ട്സ് റൈറ്റ് വാട്ട്സ് റോങ്. റീലും റിയാലിറ്റിയും ഡിഫറെന്റ് ആണെന്ന് പറയുന്നത്. അതെ, റീലും റിയാലിറ്റിയും ഡിഫറെന്റ്. അത് തന്നെ സംഭവം. അതുകൊണ്ട് റിയാലിറ്റി ലൈഫിലോട്ട് ചെല്ലുമ്പം അവിടെ എൻ്റയർലി ഡിഫറെന്റ് ആണ്. അവിടെയാണ് ശരിക്കും കുടുംബജീവിതങ്ങള് സ്ലൈഡ് ആവുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോഴേ നമ്മളിങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ ശരിക്കും കഷ്ടം തോന്നും. അതായത് ഹസ്ബൻഡ് ഒത്തിരി ഇങ്ങനെ പോണൊക്കെ കണ്ടിട്ട് ആ ഒരു രീതിയിൽ വൈഫ് വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ അവരുടെ ഒരു പെർസെപ്ഷനും ഇതിനെക്കുറിച്ച് പിന്നെന്താ ആ ജീവിത പങ്കാളിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ ഉള്ള ഒരു മടുപ്പും. താങ്ക് യു ഡിയർ. അപ്പം നമ്മുടെ ടോപ്പിക്ക് കൊടുക്കാം. അപ്പം ആ ഒത്തിരി എക്സ്പെക്ടേഷൻസ് ഈ പറയുന്ന പോലെ ഇതിൽ കുറെ കാര്യങ്ങൾ ഡോക്ടേഴ്സ് ഈവൻ പറയുന്നത് പോലും ഇവരൊത്തിരി എക്സാജറേറ്റ് ചെയ്താണ് ഇത് കാണിക്കുന്നത്. അല്ലെങ്കിൽ എക്സ്പ്രഷൻസും അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്ലഷർ കിട്ടുമ്പോൾ വരുന്ന കുറെ കാര്യങ്ങളൊക്കെ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ച് ഇത് അവരുടെ ഭാര്യയുടെ അടുത്ത് വരുമ്പം ഇതൊന്നും മീറ്റ് ചെയ്യാതെ വരുമ്പം ആ വ്യക്തി ഓൾറെഡി പോൺ കണ്ടിട്ടുള്ള വ്യക്തികൾ അതിനോട് അഡിക്റ്റഡ് ആണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഒരു മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരു ശീലം അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഇതിലും ഭേദം സ്വന്തമായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നു, അവര് സൈഡിൽ അത് ചെയ്ത് അങ്ങനെ. കാരണം അതിൽ കൂടുതൽ പ്ലഷർ അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. സ്ത്രീകളുടെ സൈക്കോളജി അനുസരിച്ചിട്ട് അവർക്ക് ഇത്ര പ്ലഷർ ഡ്രിവൺ അല്ല അവര്. ഒരു ട്രസ്റ്റും ഒരു സ്നേഹവും ഒരു ബോണ്ടിങ്ങും ഒക്കെയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അത് കൂടുതൽ ബുദ്ധിമുട്ടുകളാണ് പിന്നെ ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം പറയുമായിരുന്നു, അതായത് ആദ്യമായിട്ട് ഒരു പോൺ കാണുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ അവൻ റെഫറൻസ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതായിരിക്കും. അവന്റെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ആയിരിക്കും ഈ ഒരു എന്താ പറയുന്ന വിവാഹ ജീവിതത്തിൽ നിന്ന് ചിന്തിക്കുന്ന അവന്റെ റെഫറൻസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെയുള്ള വീഡിയോസ് ആണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. അവന് കിട്ടുന്ന പ്രാഥമിക ധാരണകള് ഇത്രയും മിസ്ലീഡിംഗ് ആണ്. പക്ഷെ ഇത് ഈ ചെറുപ്പത്തിൽ തന്നെ ഈ പോണിലേക്ക് എക്സ്പോസ്ഡ് ആകുമ്പോൾ മാസ്റ്റുർബേഷനിലേക്ക് എത്താനുമുള്ള സാധ്യത വളരെ കൂടുതലല്ലേ പിള്ളേരുടെ കേസിൽ? എന്തായാലും ഒരു സെക്ഷൽ അറൗസൽ അവിടെ നടക്കുന്നു. പിന്നെ അത് എങ്ങനെയെങ്കിലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരുന്ന ആൾക്കാരല്ലേ ഇവര്, ഒരു ടീമാണല്ലോ. മാസ്റ്റർബേഷനും പോണും അത് തന്നെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്.
അല്ലേ? പക്ഷെ നമ്മളെ പക്ഷെ സിസ്റ്റർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതിനകത്ത് വീണ് പോയി, ഞാൻ പോൺ കാണുന്നു, ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നു, ഇതിൽ നിന്ന് എനിക്ക് വിമുക്തി നേടാൻ ഹൗ കെൻ ഐ ഓവർകം ദിസ് പ്രോബ്ലം? ഹൗ കെൻ ഐ ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്? എങ്ങനെ എനിക്ക് അതിൽ നിന്ന് പുറത്തു എനിക്ക് വരാൻ പറ്റും? ഏറ്റവും കീ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം, ഈ ചെയ്യുന്ന ആൾക്കൊരു സ്ട്രോങ് ഡിസയർ വേണം. അതായത് എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്ത് കടക്കണം. അതില്ലാത്തടത്തോളം കാലം അവൻ അതിനകത്ത് തന്നെ ഇങ്ങനെ തത്തിപ്പറക്കി നടക്കും. ഓക്കെ. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വചനം വായിക്കുമ്പം, എടാ നിന്റെ മൊബൈലിൽ ബൈബിൾ ഇല്ലേ, എടുക്ക്. മാത്യു ചാപ്റ്റർ 5. മാത്യു ചാപ്റ്റർ 5. അതിൽ ഈശോ ശരിക്കും പറഞ്ഞാല് വിശുദ്ധിയുടെ ഒരു ഡെഫിനിഷൻ ഒന്ന് മാറ്റി പിടിക്കുക. അതായത് ഇപ്പം നമ്മൾക്കറിയാം പഴയ നിയമത്തിൽ നമ്മൾ വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള, അപ്പൊ അത് എപ്പോഴും ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിരുന്നേ. അതായത് ഒരു ആക്ട് നടന്നാലാണ് അത് തെറ്റാവുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 5-ാം അധ്യായത്തില് വ്യഭിചാരത്തെ കുറിച്ച് എന്താ പറയുന്നത്? വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്യാനൊന്നും പോകണ്ട, പകരം നമ്മുടെ ഒരു ഇന്റൻഷനും നമ്മുടെ ഒരു ചിന്തയും, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇമേജ് കാണുമ്പോൾ നമ്മുടെ ഇന്റൻഷനിൽ തന്നെ തെറ്റ് ചെയ്യുന്നു. പക്ഷെ ഇത് അപ്പൊ ശരിക്കും പറഞ്ഞ എന്താ പറയുന്നത്, ഇത്തിരി കൂടെ കട്ടി കൂട്ടി അല്ലെ, മറ്റേത് നമ്മളങ്ങ് പോയി ചെയ്താലാണ് അത് പാപമാവുന്നതെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോശം ഇത് കാണുന്നത് പോലും തെറ്റായി മാറുന്ന ഒരു സംഭവത്തിലേക്ക് വരുമ്പോ, പക്ഷെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും, നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പ്രകടമാവുന്നത്. വെൻ യു ആർ വീക്ക് ദെൻ ഐ എം സ്ട്രോങ്. നിനക്ക് എന്റെ കൃപ മതി എന്ന് കർത്താവ് പറയുന്ന ഒരു സമയം. അപ്പം ഒന്ന്, നമുക്കൊരു സ്ട്രോങ് ഡിസയർ വേണം. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കണം എന്നുള്ളത്. 2, എനിക്ക് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റും, നമ്മളൊരു കൗദാശികപരമായിട്ടുള്ള ഒരു ജീവിതം അതായത് കൗദാശികപരം എന്ന് വെച്ചാൽ കുർബാന കാണാനും, അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റുമ്പോൾ അല്ലേ, നമ്മളിതൊരു തെറ്റ് തന്നെയാണ്, നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറയേണ്ട ഒരു പാപമാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു അലൻ കഴിഞ്ഞ ദിവസം അലന്റെ ഒരു സുഹൃത്തിനെ പറ്റി പറയേണ്ടത്, എങ്ങനെയാണ് ആ വ്യക്തി അതിനെ നമ്മുടെ ഒരു സുഹൃത്ത് മുമ്പ് ഇതുപോലെ ഈ മാസ്റ്റർബേഷൻ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരു പോയിന്റില് ആൾക്കിത് മടുത്തു എന്ന് പറഞ്ഞാൽ അയാൾ സ്വയം ചിന്തിച്ചു. എന്ന് വെച്ചാല് ഇതുകൊണ്ട് അയാളുടെ ലൈഫിൽ എന്തുണ്ടാവും, സ്വയം ചിന്തിച്ചു. തന്റെ ലൈഫിൽ ഇതുകൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇത് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയ ഉപകാരം എന്ന് അയാൾ ചിന്തിക്കുന്നിടത്ത് അയാൾ മാറി ചിന്തിച്ചു. വെച്ചാല് അയാളുടെ നിത്യജീവിതത്തിൽ ഈ പറയുന്ന എൻ്റെ സുഹൃത്തിന്റെ അച്ഛനും അമ്മയായിട്ടുള്ള റിലേഷൻ, സഹോദരങ്ങളായിട്ടുള്ള ബന്ധം, അയാൾ സ്വയം അയാളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട നിത്യജീവിതത്തിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി, നമ്മൾ ഓരോ കടമകളുണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, കടമകളുണ്ട്. ഇതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് അയാൾക്ക് ഓപ്പോസിറ്റ് സൈഡ് കിട്ടുന്ന സാധനമാണ് മാസ്റ്റർബേഷൻ. ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പ്ലഷറിന് അയാൾ പകരം വെക്കുന്നത് അയാളുടെ ലൈഫാണ്. അത് ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ ജസ്റ്റ് ഈ സാധനത്തെ മെയിൻ ആക്കി ഒരു റൂമിന്റെ ഉള്ളില് അയാൾക്ക് കിട്ടുന്ന പ്ലഷർ, അതാണ് മാസ്റ്റർബേഷൻ. അതിന് പകരമായിട്ട് വെച്ചേക്കുന്ന അയാളുടെ സോഷ്യൽ ലൈഫ്, അയാളുടെ ഫ്രണ്ട് സർക്കിള്, അയാളുടെ സ്റ്റഡീസ്, ഇതെല്ലാമാണ്. ഇത് അയാളെ റിയലൈസ് ചെയ്ത് പോയിട്ടുണ്ട്. അവിടെ അയാൾ ആദ്യം ചെയ്തെന്താന്ന് വെച്ചാല് വീട്ടിൽ വെറുതെ ഇരിക്കലും മാറ്റി വെച്ചു, ഫാമിലിയുടെ കൂടെ പോയിരുന്നു. ശരിയാ, വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ആലോചിക്കുന്നത്. പിന്നെ എന്താ വെച്ചാല് അമ്മേനെ മോട്ടർ കയറ്റി, എന്നും രാവിലെ പള്ളിയിൽ പോവാൻ. അമ്മയാകുമ്പോ എന്നും കൂട്ടി പള്ളിയിൽ പോകില്ല. അങ്ങനെ എന്നും രാവിലെ പള്ളിയിൽ പോയി. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പണി അങ്ങ് നിർത്തി വെച്ചു. അപ്പൊ നമ്മൾ വീട്ടുകാർ കുറച്ചുകൂടെ മിംഗ്ലിംഗ് ആണല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും എന്തെങ്കിലും നമ്മളിങ്ങനെ വെറുതെ ഒന്നും ചിന്തിക്കാൻ ഒന്നുമില്ലാതെ വരുന്നത്. അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുര. അലസനായി റൂമിൽ ഇരുന്നയാള് ഈ ഫാമിലി ആയിട്ട് മിംഗിൾ ചെയ്തപ്പോ എന്ന് വെച്ചാല് അവരുടെ പല കാര്യങ്ങളും ഇയാൾ ഇൻവോൾവ് ആയി, പല പ്രവർത്തനങ്ങൾ ഇൻവോൾവ് ആയി. പിന്നെ ഇയാൾ തന്നെ സ്വയം പല സ്കിൽസും ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ കംപ്ലീറ്റ്ലി അതിൻ്റെ ഉള്ളിൽ നിന്ന് റിക്കവർ ആയി വരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് അയാൾ സ്വയം തീരുമാനിച്ചിരുന്നു, 2 വിശ്വാസത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും ആ കൃപയുടെ ഒരു കാര്യമേ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് കേസുകൾ അറിയാവേ, ഇങ്ങനെ ഒത്തിരി അഡിക്റ്റഡ് ആയിട്ടുള്ള. ഇപ്പം ഒരു കുഞ്ഞിനെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ കുഞ്ഞ് ഒരു പെങ്കൊച്ചാണ്. അവളൊരു 4-5-ാം ക്ലാസ് തൊട്ട് അവള് ഇതിന് അഡിക്റ്റഡ് ആണ്. അതിന് വേറെ കാരണങ്ങളുണ്ട്. അത് ഞാനിപ്പോ ഇവിടെ ഈ കുഞ്ഞ് അവൾക്കത് ആദ്യം അവൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അതൊരു അബ്യൂസിൽ നിന്ന് വന്നൊരു സംഭവമാണ്. ഇതിനോട് ഒരു ചെറിയ ഇതൊക്കെ വരുന്നു, അവളത് ചെയ്യുന്നു. പക്ഷെ അത് തെറ്റാന്ന് ആദ്യം മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവള് വീണ്ടും ചെയ്യാനായിട്ടുള്ള ഭയങ്കര, പിന്നെ ഒരു പ്രായത്തിലെത്തുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാണ് മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം, ഞാൻ ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ ആ സമയമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവൾക്കത് എന്താ പറയുന്ന ഇല്ലാതെ പറ്റുന്ന ഒരു അവസ്ഥയിലായിട്ടുണ്ട് ആള്.
അപ്പൊ അപ്പോഴാണ് നമ്മൾ ഇവളെ കണ്ടുമുട്ടുന്നത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, ഞാൻ ഇതുവരെ ഇത് കുമ്പസാരത്തിൽ പറഞ്ഞിട്ടില്ല. വൈ? ബിക്കോസ് അത് കുമ്പസാരത്തിൽ ഏറ്റു പറയാന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര പിന്നെ അതൊരു പെങ്കൊച്ചും കൂടെ ആണല്ലോ. ഓക്കെ, ഞാൻ അപ്പം അതൊരു ഭയങ്കര ചമ്മലാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഈ കാര്യം പറയുമ്പോൾ പാവം നമ്മുടെ ആൺകുട്ടികളെയാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ ഒത്തിരി മാറി, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം വളരെ മാറി. അപ്പം ഈ കുഞ്ഞിനെ നമ്മൾ ശക്തിപ്പെടുത്തി പ്രാർത്ഥിച്ച് അവളെ ഒരുക്കി എന്നിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അവളെ ധ്യാനത്തിന്റെ ഇടയിൽ ആ കൊച്ചു പോയി കുമ്പസാരിച്ചിട്ട് തിരിച്ചോടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം അതൊരു ഭയങ്കര ഒരു ലിബറേഷനോ എന്താ പറയുന്ന ഒരു ഡെലിവറൻസ് ഒക്കെ ആയിരുന്നു അവൾക്ക്. അത്ര നാൾ അവൾ കൊണ്ടു നടന്ന, കാരണം ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറെ കുറ്റബോധവും അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരു അവസ്ഥയും, പിന്നെന്താണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ. അപ്പൊ അവൾ കൊച്ചു പറയുമായിരുന്നു, അവള് പോയൊരു എക്സ്ട്രീം എന്ന് പറയുന്നത് ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ പോലും, ഇപ്പൊ അവളുടെ കൂട്ടുകാരി അടുത്തുണ്ടെങ്കിൽ പോലും ഒരു മൂലയ്ക്ക് ഇരുന്ന് പോയി ചെയ്യാൻ പാകത്തിനുള്ള രീതിയിൽ ഒരു അഡിക്ഷനാണ് ആ മോൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് കർത്താവ് അവളെ സേവ് ചെയ്തു. ഓക്കെ, പക്ഷെ ഇപ്പം ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും, അവള് കുമ്പസാരിച്ച അവളുടെ പാപം ഈശോ ഏറ്റെടുത്തു. പക്ഷെ അഗെയിൻ ഷീ ഈസ് ഗോയിങ് ബാക്ക് ടു ദ സെയിം പ്ലേസ്. അതായത് അവളുടെ മുറി, ഇത് ഉള്ള സാഹചര്യം, അല്ലെങ്കിൽ ഈ ഫോൺ, ഇതേ സാധനങ്ങളിലേക്ക് തന്നെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബോഡി വർഷങ്ങളായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചേക്കോ, ഇത് കണ്ട അപ്പൊ ട്രിഗർ ചെയ്യും. മനസ്സിലായോ? മസിൽ മെമ്മറി. അപ്പം ഈ സംഭവങ്ങളൊക്കെ വരുന്നിടത്ത് ഇനി അവൾ എടുക്കേണ്ട കുറച്ച് ആക്ഷൻസ്, ഒന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥന വേണം, കുമ്പസാരം വേണം, ജപമാല വേണം, കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണം. കാരണം നമ്മുടെ ശരീര ദൈവത്തിന്റെ ആലയം എന്നുള്ള ഒരു ബോധ്യത്തിൽ ഉറച്ച് നമ്മൾ ഒത്തിരി ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണല്ലോ. അതേസമയം ഇപ്പം അലൻ പറഞ്ഞ പോലെ, അലന്റെ ഫ്രണ്ട് ചെയ്ത പോലെ നമ്മൾക്ക് എന്തൊക്കെയാണോ സാധ്യതയുള്ളത് അവിടെ നിന്നൊക്കെ മാറാനുള്ള ഒരു എഫേർട്ടും കൂടെ. പിന്നെ സാധ്യതയുണ്ട് ഇതിപ്പം ഇത്രയും ഗ്രേവ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തില് ചിലപ്പോൾ വീണ്ടും വീഴാം. അപ്പൊ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, ഓടിപ്പോയി കുമ്പസാരിക്കാൻ പറയണം. കാരണം ഇത്രയും നാളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഒറ്റ പ്രഭാതത്തിൽ സ്വിച്ചിട്ട പോലെ പോത്തൊന്നുമില്ല. ചിലപ്പോ 2-3 കുമ്പസാരങ്ങൾ നടത്തേണ്ടി വരും. 2-3 അല്ല, അതിൽ കൂടുതൽ കുമ്പസാരമൊക്കെ വേണ്ടി വരും. കുമ്പസാരിക്കണം. പക്ഷെ നമുക്ക് അത് വഴിയുണ്ടല്ലോ. ഈ നമ്മളൊരു കുമ്പസാരത്തിൽ നമ്മളൊരു പാപം ഏറ്റു പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപ ഈശോ നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ആഗ്രഹവും ഞാൻ ഓർക്കുക. അങ്ങനെ ഈ മോള് അവള് പറഞ്ഞു എനിക്കൊരു ഫോളോ അപ്പ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. അവൾ അതിനകത്തുനിന്ന് പുറത്ത് വരികയെന്ന് ഞാൻ വിചാരിക്കണമായിരുന്നു. ഞങ്ങളൊരു റിട്രീറ്റ് കണ്ടക്ട് ചെയ്യാൻ പോയപ്പോൾ ആ മോളെ കണ്ടതാണ്. അതുപോലെ എനിക്ക് വേറൊരാളുടെ കേസ് അറിയാം. അപ്പൊ ആ പുള്ളിയാണെങ്കിലും പറയുമായിരുന്നു, ഇതിൽ നമ്മുടെ ഒരു സെൽഫ് കൺട്രോളിന്റെ ഒരു മേഖലയുണ്ട്, ഒരു ആത്മനിയന്ത്രണത്തിന്റെ ഒരു മേഖല. അതായത് നമുക്ക് ഇപ്പൊ എന്താ നടക്കുന്നത്, ഇപ്പൊ ഫോൺ നമ്മളെ കൺട്രോൾ ചെയ്യുവാണോ, നമ്മൾ ഫോണിനെ കൺട്രോൾ ചെയ്യുവാണോ അല്ലെ? അപ്പൊ ഇതുപോലെ ഈ വികാരങ്ങളാണോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അതോ നമ്മളാണോ അതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം. അപ്പം ഈ പുള്ളി പറയുമായിരുന്നു, ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ വിശുദ്ധരുടെ പുസ്തകവും അങ്ങനെയൊക്കെ നോക്കുമ്പം അതിൽ നിന്ന് പുള്ളി മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, നമ്മുടെ 5 സെൻസസിലൂടെയാണ് മെയിൻലി നമ്മുടെ പാപങ്ങളൊക്കെ കയറി വരുന്നതല്ലോ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പം ഇതിനൊരു കൺട്രോൾ ഇടാൻ തുടങ്ങിയാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നമ്മൾ തുടങ്ങാം. നമുക്ക് ചായ ഇഷ്ടമാണെങ്കിൽ ഓക്കെ, ഞാൻ എക്സ്ട്രീമാണ്, നമുക്കത് ഉപേക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചായ കിട്ടിയാൽ ഓക്കെ, ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ കുടിക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്, നമ്മുടെ ബോഡീനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. എനിക്കിതിപ്പം വേണ്ട, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അത് വേണ്ട, അല്ലെങ്കിൽ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ അത് വേണ്ട, ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പം ഇത് ഇങ്ങനെ പതുക്കെ നമ്മുടെ 5 സെൻസസിൽ കൂടെ നമ്മൾ പിടിച്ചു തുടങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാൻ തുടങ്ങും. നമ്മുടെ ശരീരം ത്രൂ ബോഡി, നമ്മുടെ മൈൻഡ്. അപ്പൊ ഇതിനെ കുറച്ച് മാറ്റി വെക്കുന്നു. അപ്പൊ പറഞ്ഞ പോലെ ഇതിന്റെ സമയമാണെങ്കിൽ ഇച്ചിരി കൂട്ടിക്കൊണ്ടുവരാം. ഇതുപോലെ ഇവിടെ നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്, അപ്പൊ ഞാൻ ഈ പുള്ളി പറഞ്ഞത് ഓർക്കുക, പുള്ളി ഭയങ്കരമായിട്ട് ദാഹിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിനകത്തൊന്ന് പുറത്തു വരണമെന്ന്. സോ വാട്ട് ഹി യൂസ് ടു ഡു ഇസ് ലൈക്ക് പറയും, ഈശോയെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിനകത്ത് പുറത്തു വരാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുള്ളൂ. അപ്പം ആ ഒരു തേഴ്സ്റ്റ് ഉണ്ട്, ഒരു അർജുണ്ട്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളം കുടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് അതേപോലെ തന്നെ അങ്ങ് ഫോഴ്സ് ചെയ്യുക ഈശോയിൽ ആശ്രയിച്ചിട്ട്. ആൻഡ് ഫൈനലി ഇത് ഒന്നൊന്നുമല്ല, ഉപവസിച്ചും പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലി പിടിച്ചു നിന്ന് പുള്ളി അതിനകത്തുനിന്ന് കരകയറി. പക്ഷെ എന്നാലും ഇപ്പോഴും പറയും, അതായത് നോട്ട് ഇൻ എ ബാഡ് സെൻസ്, പക്ഷെ അന്ന് കണ്ടിട്ടുള്ള ഇമേജുകളുടെ ഒക്കെ ഒരു ഓർമ്മകൾ നമ്മുടെ മെമ്മറി, നമ്മൾ കുമ്പസാരിക്കുമ്പോ പാപം മാത്രമല്ല പോകുന്നത്, ഗജനിയാവുന്നൊന്നും ഇല്ലല്ലോ. അതെ, അപ്പൊ അത് ഈശോയുടെ തിരക്തം കൊണ്ടൊക്കെ ഒന്ന് കഴുകി. എനിക്ക് ഒത്തിരി പിള്ളേരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യം, പരീക്ഷയ്ക്ക് ഇതുപോലെ പഠിക്കാനിരിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ കണ്ട ഓരോന്നും അല്ലാതും ഒക്കെ ഇങ്ങനെ കയറ്റി വെച്ച് അപ്പം ഈശോയുടെ തിരക്തം കൊണ്ടൊന്ന് കഴുകി വിശദീകരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. കാരണം
ഈശോ ഒരിടത്ത് നമ്മൾ നിന്റെ കണ്ണോ നിന്റെ കയ്യോ പാപഹേതു ആവുകയാണെങ്കിൽ അതൊക്കെ പറിച്ചു കളയാന്ന് പറയുന്നുണ്ടെങ്കിലും അതേ സ്ഥലങ്ങളിൽ തന്നെ ഈശോ വചനത്തിൽ പറയുന്നുണ്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ല. അത് തന്നെ പൊളിച്ചു. അപ്പോ ദൈവത്തിന് ഇതൊന്നും അസാധ്യമല്ല. അപ്പൊ നമ്മുടെ ഈ ഒരു സ്ട്രഗിള് ഒരു പക്ഷെ ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്ന ലോകം എപ്പോഴും അല്ല ഈ പറഞ്ഞ സംഭവങ്ങൾ എപ്പോഴും നമ്മുടെ ചുറ്റിലുണ്ടാവുമല്ലോ. ഇപ്പം നമുക്ക് മനസ്സിലായി എന്താണ് ഇനിയിപ്പോ കൊറോണ കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഫോൺ വന്നപ്പോൾ എല്ലാ ഇങ്ങനത്തെ കണ്ടന്റ് കൂടി വരുന്നു. പക്ഷെ അവിടെയും ഈശോയിലെ ആശ്രയിച്ച് നമുക്ക് ഇതിനകത്തുനിന്ന് കയറി വരാൻ പറ്റും. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പിന്നെ ഞാൻ ഓർക്കുക, ഞാൻ ഒരു സ്ഥലത്തൊക്കെ പോയപ്പം അവൻ 10ലാ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അവൻ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ വന്ന് പറയുക, സിസ്റ്റർ അവനെല്ലാം സൺഡേ അൾത്താരബാലനായിട്ട് കയറും. പക്ഷെ അവൻ ഈ പറയുന്ന വീഡിയോസ് കണ്ട് ഈ ഒരു മാസ്റ്റർബേഷൻ ചെയ്ത് അവന് അൾത്താരയിലോട്ട് അങ്ങോട്ട് കയറാനായിട്ട് അവന് പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അവന്റെ ഉള്ളിൽ അതൊരു ഭയങ്കര കോൺഫ്ലിക്റ്റാ. കാരണം ഹി ഫീൽസ് ലൈക്ക് ഐ ആം നോട്ട് ഹോളി ആൻഡ് ഐ എം ഗോയിങ് ടു ഡീൽ സംതിങ് വിച്ച് ഇസ് ഹോളി. അപ്പം ഇതിന്റെ ഒരു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇത് നമ്മുടെ തലയിൽ ഉണ്ടെന്നേ. അതായത് ഞാൻ ഈ ചെയ്യുന്നത് എവിടെയോ ശരിയില്ല, അല്ലെങ്കിൽ എന്തോ ഇതിലൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത്, അതാണ് നമ്മൾ കുറ്റബോധത്തിലേക്കും അല്ലെങ്കിൽ ഒരു നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നതും ശ്രദ്ധിച്ചറിയാം. ഇതിനോട് ഒത്തിരി അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരിക്കലും അങ്ങനെ ഒരു നല്ല ഒരു പബ്ലിക്കായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള, പിന്നെ അവർ പുറമെ അങ്ങനെ കാണിക്കണ്ടാവെന്ന് എനിക്കറിയത്തില്ല, സെൽഫ് എസ്റ്റീം കുറവുണ്ട്, സെൽഫ് കോൺഫിഡൻസ് കുറവുണ്ട്, അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരിഷ്ടമില്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തെറ്റ് ചെയ്യുവാണല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തിലൊക്കെ കഴിയുന്ന കുറെ പേരെയാണ് കാണുന്നത്. അപ്പം ഈ പയ്യനാണെങ്കിലും പറയുമായിരുന്നു, സിസ്റ്റർ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം. അപ്പം നമ്മൾ അവനെ കേട്ട് പ്രാർത്ഥിച്ച് അവനൊരു സജഷൻ പോലെ കൊടുത്തു, മോനെ നീ ഒരു കാര്യം ചെയ്യ് ദെൻ മേക്ക് യുവർ കൺഫെഷൻ വീക്ക്ലി. അതായത് എല്ലാ ഇപ്പൊ നീ ഞായറാഴ്ച കുർബാനയ്ക്ക് കയറുവാണെങ്കിൽ കൊച്ചു കുമ്പസാരിച്ചിരിക്കണം. അപ്പം പറഞ്ഞ എനിക്ക് കുമ്പസാരിക്കാൻ കുഴപ്പമില്ല, നാണക്കേടൊന്നും ഇല്ല, അല്ലെ, നമ്മളൊക്കെ വലിയ ഘോരപാപികളാണല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കാമല്ലോ. കുറെ പേര് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവൻ ഓക്കെയാണ് എല്ലാ സാറ്റർഡേയും കുമ്പസാരിക്കണം. അപ്പം ഒരുപക്ഷെ ഈശോ അവന് അങ്ങനെ ഒരു തോട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു നല്ല കാര്യമുണ്ട്. അവന് തിരിച്ചു വരാണ്. അപ്പൊ അവൻ എല്ലാ ശനിയാഴ്ചയും കുമ്പസാരിക്കും. അപ്പൊ അവനെ അച്ഛൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ പതുക്കെ തിന്മ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് നമുക്ക് പറ്റത്തില്ലെങ്കിലും ഗ്രാജുവലി ചിലരുടെ കേസിൽ പറ്റുമായിരിക്കും കേട്ടോ. അപ്പൊ ചിലർക്ക് നമുക്കത് എന്താ പറയാ, അതൊരു കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ചിലർക്ക് ഒരു വചനമുണ്ട്, കനത്ത അടി ഹൃദയത്തിന്റെ ഉള്ളറകൾ ശുചിയാക്കുന്നു. ചിലപ്പോ നല്ലൊരു അടി കിട്ടിയ അതോടെ കുറെ ഇപ്പം ഞാൻ ഓർക്കുമായിരുന്നേ, ആ പുള്ളിക്ക് നല്ലൊരു ആക്സിഡന്റ് പറ്റി. അപ്പൊ ഇതിനു മുമ്പ് ആള് പോൺ അഡിക്ഷൻ, ഇങ്ങനത്തെ മാസ്റ്റർബേഷൻ, ഇപ്പൊ ആക്സിഡന്റ് കഴിഞ്ഞ പിന്നെ ആൾക്ക് ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ വേറെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഫാന്റസി വേൾഡിലേക്ക് പോകാനുള്ള നേരമൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് വചനം ഭയങ്കര ഇഷ്ടമാണ്. കാനത്തെ അടി ഹൃദയത്തിന്റെ ഉള്ളറകൾ ശുചിയായിരുന്നു. പെട്ടെന്ന് എല്ലാം ക്ലിയർ ആയി. ഇപ്പൊ അവന് അങ്ങനത്തെ ഒരു അഡിക്ഷനും ഇല്ല, ഒന്നുമില്ല. ഇനി നൗ ഹീസ് ഫേസിങ് റിയാലിറ്റി. അതായത് ജീവിതത്തിൽ പച്ച പിടിക്കണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ശരിയാവണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അവൻ എത്തി. പറയാ ശരിക്കും ഈ ഒരു അടി കിട്ടാത്തതിന്റെ പ്രശ്നം നമ്മുടെ യൂത്തിന്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടുണ്ട്. റിയാലിറ്റി ഇല്ലേ, റിയാലിറ്റിയിൽ നിന്ന് മാറി ഇന്ന് വേറെ ഏതോ ഒരു എക്സ്പെക്ടേഷൻ വേൾഡ്. ഇതൊക്കെയാണ്, ഇത് ഇത്ര വലിയ കാര്യമാണ്, ഇതാണ് സംഭവം, സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻ, അതിലാണ് ജീവിതം നിൽക്കുന്നത്, അതാണ് മെയിൻ സാധനം എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിലാണ് എല്ലാരും കഴിയുന്നത്, അല്ലേ? അല്ല, ഇതൊക്കെ മതി, ഇത് കംഫർട്ട് സോൺ ആണ്, ഇതാണ് ബെറ്റർ എന്ന് പറഞ്ഞ് ഇതിനെ തെറ്റാണെന്ന് അറിയുമായിരിക്കുവേ, പക്ഷെ തെറ്റാന്നങ്ങ് അംഗീകരിക്കത്തില്ല. ഇതിലൂടെ പോയാലാണ് സെറ്റ്, ഇതാണ് നൈസ്, ആ ഒരു സാധനം. ബൈബിൾ ഇത്രയും വലിയ മാരകഭാവമായി പറഞ്ഞ കാര്യങ്ങളെയാണ് നമ്മളിവിടെ നോർമലൈസ് ചെയ്ത് ലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പം പാടാണ്, പക്ഷെ എന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും. നമ്മൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ പിടിച്ചു നിൽക്കുന്നു. ഒരു വിജയിക്കണം, അല്ലെ നല്ല കനത്ത അടി കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെയല്ലേ പറയുന്നത്, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അപ്പൊ ഒരു വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് കോൾ എന്ന് പറയുന്നത് വിശുദ്ധരാവാന്നുള്ളതല്ലേ. അപ്പൊ നമുക്കൊരു ഒരു സെറ്റ് വിശുദ്ധരാവാം. ഓക്കെ, ഈശോ എല്ലാരും അനുഗ്രഹിക്കട്ടെ.